ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസീദാസന്മാരും ദൈവമക്കളുമായ എല്ലാ ദിവസവും എന്നെ കേൾക്കാൻ താല്പര്യരായ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷത്തോടെ ഒരു ദിവസം കൂടെ ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ കർത്താവ് തരുന്ന ഈ നല്ല സമയത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ ഒത്തിരി സ്തുതിക്കുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുമുമ്പാകെ അനുദിനവും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രകാശപൂരിതമായിരിക്കുന്ന ദൈവിക ആലോചന വചനത്തിലൂടെ തരുന്ന മഹാദൈവത്തിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനും എത്ര മഹത്വം ദൈവത്തിന് കൊടുത്താലും മതിയാകില്ല. ഒരുപാട് പേരെ ബലപ്പെടുത്താൻ, ജീവിപ്പിക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ, സമാധാനിപ്പിക്കുവാൻ കർത്താവ് ചെയ്യുന്ന ഈ വൻ ക്രിയയ്ക്ക് ദൈവത്തിന് എല്ലാ പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ചിന്ത ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിന്നാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി 9:14. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ, ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ അതിൽ വില്ല് കാണും. നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായി. ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങി പർവ്വതത്തിൻ്റെ അഗ്രം വരെ വെള്ളം മൂടി ഈ ലോകത്തിൻ്റെ സകല ജീവജല ജന്തുക്കളും ഇല്ലാതെയായി. ആ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിനറിയാവുന്ന സംഭവമാണ്. അതിനുശേഷം പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹ ദൈവത്തിന് യാഗപീഠം പണിത് യാഗപീഠത്തിൽ ശുദ്ധിയുള്ള മൃഗങ്ങളെ യാഗമർപ്പിച്ചു. യാഗാനന്തരം ദൈവം ചില തീരുമാനം ഈ ഭൂമിയിലായിരിക്കുന്ന നോഹയോട് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യനോട് പറയുന്നതാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ 9-ാം അധ്യായത്തിലെ പല വാക്കുകളും. എന്തൊക്കെയാണെന്നുള്ളത് 9-ാം അധ്യായത്തിൽ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു വലിയ അനർത്ഥത്തിന്, വലിയൊരാപത്തിന് ശേഷം ദൈവമായ കർത്താവ് ചില ഉറപ്പ് മനുഷ്യർക്ക് കൊടുക്കുകയാണ്. ആ ഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലത്. പക്ഷേ ഈ വാക്യം മാത്രം, 14-ാമത്തെ വാക്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു ദൂതായി പറയാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യം അതുപോലെ തന്നെ ചരിത്രപരമായിരിക്കുന്നതോ എഴുതപ്പെട്ടിരിക്കുന്നതോ അല്ല, അതിനകത്തെ വിഷയത്തിൻ്റെ ദൂത് നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുക. ആ ഭാഗം ഇങ്ങനെയാണ്: ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ, ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ. ആ ഭാഗം ഒന്നോടെ മനസ്സിലേക്ക് കരുതണം കേട്ടോ. തലയ്ക്ക് മീതെ കാർമേഘം ഇരുണ്ടുകൂടുന്നു. ആ രംഗം ഒന്ന് നിങ്ങൾ കണ്ടേ. ഭൂമിക്ക് മീതെ മേഘം വരിക, ഇരുണ്ടുകൂടി പേമാരിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കറുത്തിരുണ്ട മേഘക്കൂട്ടം ഒന്നിച്ച് കയറി വരുമ്പോൾ, അങ്ങനെ മേഘം ഒന്നിച്ച് തടിച്ചുകൂടി വന്നാൽ ഭൂമി വീണ്ടും വെള്ളത്തിൽ മുങ്ങാം, അനർത്ഥം സംഭവിക്കാം, ഇത് വീണ്ടും നാശത്തിലാകാം. അതാണല്ലോ വെള്ളപ്പൊക്ക നിമിത്തമാണല്ലോ അന്ന് നോഹയുടെ കാലത്ത് ഭൂമി മുങ്ങിയത്, നശിച്ചത്, ഇവിടെ ഒരു ശിക്ഷാ നടപടി നിർവഹിക്കപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ദൈവം പറയുന്നു, ഭൂമിക്ക് മീതെ മേഘം വരുമ്പോൾ ഞാൻ അതിൽ എൻ്റെ വില്ല് കാണും. 16-ാം വാക്യത്തിലൂടെ വായിച്ചാൽ വില്ല് മേഘത്തിലുണ്ടാകും. ഇങ്ങനെയൊന്ന് വകതിരിക്കുക ഒരു ചിന്തയ്ക്ക്, ഒരു ദൂതിനു വേണ്ടി. ഭൂമിക്ക് മീതെ വരുന്ന മേഘം, മേഘത്തിൽ ദൈവം വെച്ചിരിക്കുന്ന വില്ല്. ഇതൊരു ഒരു 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 പ്രവചന ദൂത് പോലെ, അല്ലെങ്കിൽ ദൈവജനത്തിന് കിട്ടുന്ന ഒരു ഉടമ്പടിയുടെ ആലോചന പോലെ ഇന്നത് വായിച്ചപ്പോൾ എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതാണ്, പണ്ടേ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. വാക്യം എവിടെയാണെന്ന് അറിയില്ലെങ്കിലും ബൈബിളിൽ ഈ കാര്യം ഉണ്ടെന്നുള്ള വിവരമൊക്കെ നമുക്ക് സത്യമായിട്ടറിയാം. പക്ഷേ ഇന്നിത് വായിക്കുമ്പോൾ ഇതിനകത്ത് ദൈവമായ കർത്താവ് എന്നോട് ആർക്കൊക്കെയോ വേണ്ടിയിട്ടുള്ളൊരു ഉറപ്പ് കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എൻ്റെ മനസ്സിനകത്ത് തെളിഞ്ഞു. അതുമാത്രം ഞാനൊന്ന് പങ്കുവയ്ക്കട്ടെ. ഞാനിപ്പോൾ ഓർപ്പിച്ചതുപോലെ തലയ്ക്ക് മീതെ, അഥവാ ഭൂമിക്ക് മീതെ മേഘം കാണുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിക്ക് മീതെ മേഘം വരുത്തുമ്പോൾ, ഞാനിങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാം. ചില വിഷയങ്ങൾ, ചില പ്രശ്നങ്ങൾ തലയ്ക്ക് മീതെ വരുമ്പോൾ, നമ്മുടെ തലയ്ക്ക് മീതെയാണല്ലോ സ്തോത്രം മേഘം വരുന്നത് ആകാശത്ത്.
ഇപ്പോൾ നമ്മുടെ തലയ്ക്ക് മീതെ ചില വിഷയങ്ങൾ വരുമ്പോൾ, നിൻ്റെ കുടുംബത്തിന്, നിൻ്റെ പുരയ്ക്ക് മീതെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ, നിൻ്റെ കൂടാരത്തിന് മീതെ, നിൻ്റെ കൊച്ചു താമസ സൗകര്യത്തിന് മീതെ, നിൻ്റെ സ്ഥാപനത്തിന് മീതെ, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ, എവിടെയുമായിരിക്കട്ടെ, നിൻ്റെ ആത്മീയതയ്ക്ക്, നിൻ്റെ കൂട്ടായ്മയ്ക്ക്, നിൻ്റെ സഭയ്ക്ക് മീതെ, തലയ്ക്ക് മീതെ ഇരുണ്ട് കൂടി ചില വിഷയങ്ങൾ കയറി വരുമ്പോൾ, ആ വിഷയങ്ങൾ നമ്മെ തകർക്കാം, തളർത്താം, നശിപ്പിക്കാം. പക്ഷേ ഇവിടെ ദൈവമായ കർത്താവ് വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഇതാണ്: പേടിക്കണ്ട, അതിനകത്ത് ഞാൻ വില്ല് കാണും. അതിനകത്ത് വില്ല് അല്ലെങ്കിൽ മഴവില്ലിനെക്കുറിച്ച് ഓർപ്പിക്കുന്നത് വെച്ചിട്ടുണ്ടായിരിക്കും. അതൊരു അടയാളമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഓർപ്പിക്കാം: ഏത് വിഷയവും നീ ദൈവമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം, ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത ആളായിരിക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ ഈ പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ട് അവരുമായിട്ടാണ് ബന്ധം കേട്ടോ. ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും മനുഷ്യരും എല്ലാം ഉണ്ട്. പക്ഷെ ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണെന്നറിയാമോ? ചത്തവനുമായിട്ടല്ല. പിന്നെയോ ഈ പെട്ടകത്തിൽ, അങ്ങനൊരു വാക്യം പത്രോസിലുണ്ടല്ലോ, ഈ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ, അവർ വെള്ളത്തിലൂടെ ഈ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു എന്നെഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ ദൈവിക പ്രമാണത്തിൽ ദൈവമായ കർത്താവിനെ അനുസരിച്ച് പെട്ടകത്തിലൂടെ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ക്രിസ്തുവേശുവിന് നിഴലാണെന്നൊക്കെയുള്ള കാര്യം ചരിത്രപരമായി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥാപിതമായിരിക്കുന്ന പദ്ധതിക്ക് അനുസരണമായി അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ സമർപ്പിതമാകുകയും ദൈവത്തെ അനുസരിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകൾ, അവരുമായിട്ടാണ് ദൈവത്തിന് ഉടമ്പടിയുള്ളത്. ആ ഉടമ്പടി ചെയ്തവൻ്റെ തലയ്ക്ക് മീതെ, ഞാൻ അങ്ങനെ പറയുകയാണ്, ആ ഉടമ്പടി ദൈവമായിട്ട് വ്യവസ്ഥ, ദൈവത്തിന് യാഗം കഴിച്ച് നിയമം ചെയ്ത, ദൈവത്തിൻ്റെ പദ്ധതിയിൽ, ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ, ദൈവത്തിനെ അനുസരിച്ച് നിന്നവൻ, അവനുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അവനോട് പറയുകയാണ്: നിൻ്റെ തലയ്ക്ക് മീതെ ഇനിയൊരു മേഘം വന്നാൽ, നിൻ്റെ തലയ്ക്ക് മീതെ ഒരു വിഷയം വന്നാൽ, നിൻ്റെ പുരയ്ക്ക് മുകളിൽ ഒരു വലിയ പ്രതിസന്ധി വന്നാൽ, നിൻ്റെ കുടുംബത്തിൽ നീ എത്ര പേരുണ്ട്, അപ്പന്, അമ്മ, 2 മക്കളോ 3 മക്കളോ, വിവാഹം കഴിച്ച കുഞ്ഞുങ്ങളോ എന്തുമാട്ടെ, മക്കളും കൊച്ചുമക്കളും മരുമക്കളുമായി താമസിക്കുന്ന ഞാൻ പ്രായമുള്ള അപ്പന്മാരോട്, അമ്മമാരോട്, പ്രിയപ്പെട്ടവരോട് പറയുക: നിങ്ങളും ദൈവമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല കാലത്ത് സർവശക്തനെ അനുസരിച്ച് ബാക്കിയുള്ളവരൊക്കെ നീ ചെയ്യുന്നത് മണ്ടത്തരമാണെന്നും കൂകി വിളിച്ചും വിശ്വാസത്തിലേക്ക് വന്നതിന്, രക്ഷിക്കപ്പെട്ടതിന്, കർത്താവിനെ അറിഞ്ഞതിന്, നീ ദൈവകൽപ്പന അനുസരിച്ചതിന് മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയൊക്കെ ചെയ്തു കാണും. പക്ഷേ ഇതിനിടയിൽ സ്വർഗം വെച്ചൊരു വ്യവസ്ഥയുണ്ട്. ഇനി നിൻ്റെ മീതെ വരുന്ന വിഷയത്തിനകത്ത് ഒരു വലിയ ഉടമ്പടിയുണ്ട്, ഒരു വില്ല് കാണും. ഹല്ലേലൂയ! ഞാൻ ആ ഭാഗത്തെ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. എൻ്റെ മീതെ, എൻ്റെ കുടുംബത്തിന് മീതെ, എൻ്റെ മിനിസ്ട്രിക്ക് മീതെ ഒരു കാർമേഘം കണക്കെ വിഷയം ഉരുണ്ടുകൂടി കയറി വരുമ്പോൾ ആകുലപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. അതിൻ്റെ മീതെ ഒരു മേഘം അല്ലെങ്കിൽ ഒരു വില്ല് ദൈവമായ കർത്താവ് വെച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കാതെ ഇതൊരു വാഗ്ദത്ത വചനമായി, ഒരു ധൈര്യത്തിൻ്റെ ദൂതായി നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽപ്പെട്ട ആളാണോ? ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ആളാണോ? ദൈവത്തെ അനുസരിച്ച ദൈവ പൈതലാണോ? അങ്ങനെയാണെങ്കിൽ നിൻ്റെ തലയ്ക്ക് മീതെ മേഘം വന്നേക്കാം, നിൻ്റെ ജീവിതത്തിന് മീതെ കരിമേഘങ്ങൾ താവളമടിച്ചേക്കാം. പേടിക്കണ്ട. അതിനകത്ത് അനർത്ഥം വരാതിരിപ്പാൻ ഒരു മഴവില്ല് ദൈവം വെച്ചിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളോട് പറ, നിൻ്റെ പ്രിയപ്പെട്ടവരോട് പറ: ഇല്ല, ഈ വരുന്ന മേഘം നമ്മളെ മുക്കില്ല, ഈ വരുന്ന വിഷയം നമ്മളെ നശിപ്പിക്കില്ല, നമ്മുടെ തലയ്ക്ക് മീതെ ഉരുണ്ടുകൂടുന്ന ഈ പ്രതിസന്ധി നമ്മളെ ഇല്ലാതാക്കില്ല. എങ്ങനെ അറിയാം? അതിനകത്ത് ഒരു ഉറപ്പിൻ്റെ വില്ല് ദൈവം വെച്ചിട്ടുണ്ട്. നമുക്കത് വിശ്വസിക്കാം, നമുക്കത് സ്വീകരിക്കാം. ഈ വാക്യം അടിവരയിടാം. ഇപ്പോൾ കയറി വരുന്ന വിഷയം, കൂടെ വരുന്ന പ്രയാസം, ചിലപ്പോൾ രോഗം പോലെയായിരിക്കാം, ചിലപ്പോൾ കടഭാരമായിരിക്കാം, ചിലപ്പോൾ ഒത്തിരി സ്നേഹിച്ചവർ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ തെറ്റിദ്ധരിച്ചതായിരിക്കാം, ചിലപ്പോൾ നമ്മളെ കരുതിയവർ കരുതാതെ വണ്ണം നമ്മളെ മാറ്റി നിർത്തിയതായിരിക്കാം. എന്തുമാകട്ടെ, ആ വിഷയം ഒരു കാർമേഘം പോലെ ഭാരങ്ങൾ നിങ്ങളുടെ മീതെ വരികയാണോ? കാർമേഘം പോലെ കഷ്ടങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മീതെ പൊങ്ങി വരുവാണോ? നശിപ്പിക്കില്ല, ദൈവം അത് സമ്മതിക്കില്ല. ഉറപ്പു തരുന്നു, അതിനകത്തൊരു വില്ലുണ്ട്. ഞാനിവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. വിഷയങ്ങൾക്ക് മീതെ വില്ല് വെച്ച്, അടയാളം വെച്ച് ദൈവമായ കർത്താവ് അതിനെ തടയും. അനർത്ഥങ്ങളെ തടയുന്ന മഴവില്ല്.
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടയാളത്തിൻ്റെ ആ വലിയ സൂചന, അതിനെ മുറുകെ പിടിക്കുക. കാർമേഘം കണ്ട് ഭാരപ്പെടണ്ട. കാർമേഘം കണ്ട് ഒരനുഭവം ഉള്ളതാണ് ഭൂമിക്ക്. എന്താണ്? ഇതുപോലെ കാർമേഘം ഉരുണ്ട് കൂടിയപ്പോഴാണ് ഈ ഭൂമി മുങ്ങിയത്. ഇതുപോലെ കാർമേഘം ഉരുണ്ട് മൂടിയപ്പോഴാണ് എല്ലാം തകർന്നത്, എല്ലാം നശിച്ചത്. ആ ഒരു പേടി മനസ്സിനകത്തുണ്ട് മനുഷ്യൻ്റെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഇന്നലകളിൽ സംഭവിച്ച അനർത്ഥത്തെക്കുറിച്ച് വീണ്ടും അത് കയറി വരുമ്പോൾ, അയ്യോ വീണ്ടും നാശമാണോ, വീണ്ടും നശിപ്പിക്കാൻ പോകുകയാണോ എന്നൊരു ചിന്ത വന്നേക്കാം. പക്ഷെ പേടിക്കേണ്ട. ഇപ്പോൾ പണ്ടത്തെ പോലല്ല. ഇപ്പോൾ നിങ്ങളും ദൈവമായിട്ടൊരു ഉടമ്പടിയുണ്ട്. ഇപ്പോൾ നിങ്ങളും ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. ഇപ്പോൾ നിങ്ങളും ദൈവമായിട്ട് ഒരു വലിയ അഭേദ്യമായിരിക്കുന്ന വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന മേഘങ്ങളെ പേടിക്കണ്ട. അത് പറഞ്ഞാൽ മനസ്സിലാകുമോ? ഇനി വരുന്ന മേഘങ്ങളെ പേടിക്കണ്ട. കാരണം ഇപ്പോൾ നീയും ദൈവവും തമ്മിൽ ഒരകൽച്ചയിലല്ല. അല്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളത് ഉറപ്പാക്കണം. ദൈവമായിട്ട് അടുത്ത ബന്ധം, ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവേഷ്ടം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ച കക്ഷിയാണെങ്കിൽ ഇനി വരുന്ന കരിമേഘങ്ങളെ പേടിക്കണ്ട. അതിനകത്ത് തടയുന്ന മഴവില്ലുണ്ട്. ബാക്കി കാര്യം നിങ്ങൾ ഊഹിക്കുക, ഗ്രഹിക്കുക, പഠിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേഘത്തിൽ വില്ല് വെച്ച് പ്രതിസന്ധികളെ തടയുന്ന സർവശക്തൻ നിങ്ങളുടെ തലയ്ക്ക് മീതെ, ജീവിതത്തിന് നേരെ ഇന്ന് കയറി വരുന്ന ഒരു മേഘത്തെയും നിങ്ങളെ നശിപ്പിക്കുമെന്നോർത്ത് നിങ്ങൾ പേടിച്ചകത്തിരിക്കണ്ട. നിങ്ങൾ ആ മേഘത്തെ നോക്കി പറ, ഞാൻ അതിൽ ദൈവത്തിൻ്റെ മഴവില്ല് കാണുന്നു. എന്നോടുള്ള വാഗ്ദത്തം, എന്നോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി, എന്നോടുള്ള സ്നേഹം, എന്നോടുള്ള കരുതൽ, എൻ്റെ അനർത്ഥത്തെ തടയുന്ന മഴവില്ല് ആ പ്രശ്നത്തിനകത്തുണ്ട്. കാർമേഘത്തിനുള്ളിലും നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ആ വലിയ അടയാളം, അതിനെ മുറുകെ പിടിക്കുക. കാർമേഘത്തെ തന്നെ നോക്കി നിന്ന് നെഞ്ചത്തടിക്കാതെ അതിനകത്തുള്ള മഴവില്ലിനെ നീ ശ്രദ്ധിച്ചു നോക്ക്. ആ മഴവില്ല് നിന്നോട് പറയും, പേടിക്കണ്ട, ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്ന് സ്വർഗം കൽപ്പിക്കുന്നതായിട്ട് വിശ്വസിക്കാൻ. നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ, അവരുടെ അഡ്മിഷൻ്റെ കാര്യം വരുമ്പോൾ, ദൈവമേ, ചില ആളുകൾ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ, ചില വെല്ലുവിളികൾ വരുമ്പോൾ, ചില പ്രതികൂല കാറ്റടിക്കുമ്പോൾ, ചില രോഗലക്ഷണങ്ങൾ വരുമ്പോൾ, ചില സർക്കാർ ഓഫീസിലെ കടലാസുകൾ രജിസ്റ്ററായി കയ്യിൽ കിട്ടുമ്പോൾ, ചിലർ ഞങ്ങൾക്ക് വിരോധമായി കൂട്ടം കൂടുന്നു എന്നറിയുമ്പോൾ, ഭൂമിക്ക് മീതെ മേഘം ഉരുണ്ടുകൂടുന്നത് പോലെ ഞങ്ങളുടെ തലയ്ക്ക് മീതെ വിഷയങ്ങൾ പിന്നെയും വരികയാണല്ലോ എന്ന് തോന്നുമ്പോൾ, ഇന്ന് ഞങ്ങളും ദൈവമായിട്ട്, ഞങ്ങളും മേഘവുമായിട്ടല്ല, ഞങ്ങളും ദൈവവുമായിട്ടൊരു ഉടമ്പടി ഉള്ളതുകൊണ്ട് ആ മേഘത്തിൽ, ഈ പെരുവെള്ളത്തെ, വരുന്ന കരിമേഘത്തിനകത്തെ വലിയ മഴയെ തടയുന്ന ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ മഴവില്ല് കണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ ധൈര്യപ്പെടുത്തണം. ഈ ജനത്തെ സഹായിക്കണം. ഇത് കേട്ടവരുടെ മീതെ കയറി വരുന്ന മേഘത്തെ വില്ല് വെച്ച് തടഞ്ഞ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഈ ദൂത് ജനത്തിന് ഫലിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.